ഇവിടെ യു കെയിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ PTSD എന്ന് പറയുന്നൊരു സംഗതി വളരെ ഇതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുന്ന് വെളിയിൽ പോയ പട്ടാളക്കാർ, അഫ്ഗാനിസ്ഥാനിലോ ഈ വെളിയിൽ ഡിപ്ലോയ് ചെയ്ത പട്ടാളക്കാർ തിരിച്ചു വരുമ്പോൾ ഇവരെ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ട് പലരും പറയാറുണ്ട്. അത് അവരുടെ ജീവിതത്തിൻ്റെ ഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യുകയും മാനസികമായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സംഭവമാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പം വയനാട്ടിൽ നടന്ന ഒരു ലാൻഡ് സ്ലൈഡ്. ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള PTSD പോലുള്ള സംഗതികൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്നയുടെ അഭിപ്രായം എന്താണ്? PTSD എന്താണ്? ഇത് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, നമുക്ക് PTSD എന്ന് പറയുന്നത് നമ്മൾ പ്രളയത്തിൻ്റെ സമയത്തും ഒത്തിരി ഈ ഇഷ്യൂ വന്നിരുന്നു. ഇപ്പോൾ ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ സൈക്കോളജി അസോസിയേഷൻസും അതുപോലെ പ്രത്യാശയും കൂടി സംയോജിച്ച് ഒത്തിരി പ്രവർത്തനങ്ങൾ PTSD നേരിടാനായിട്ട് ചെയ്തിരുന്നു. നേരത്തെ മെൻഷൻ ചെയ്ത പോലെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പട്ടാളക്കാരിൽ മാത്രം കാണുന്ന ഒരു പ്രശ്നം, യുദ്ധം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു അസുഖം എന്നുള്ള രീതിയിലൊക്കെയാണ് PTSD കണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ആദ്യത്തെ പ്രളയം വന്നു, അതിനുശേഷം ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മുതിർന്നവർ, വയസ്സായവർ, സ്ത്രീകൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ കുട്ടികളുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദമൊക്കെ അവർക്ക് പേടിയായിരുന്നു പിന്നീട് കേൾക്കുമ്പോൾ. കാരണം ഇവരെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഹെലികോപ്റ്റേഴ്സാണ് വന്നിരുന്നത്. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് ട്രിഗർ ചെയ്യാണ് വെള്ളപ്പൊക്കത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ വീണ്ടും വല്ല വാട്ടർഫോൾസൊക്കെ കാണാൻ പോകുമ്പോൾ. അപ്പം അത്രയും ഭീകരമായിട്ട് എല്ലാവരിലും ഇല്ലെങ്കിലും അത് കണ്ടിരുന്നു. അപ്പോൾ PTSD എന്ന് പറയുന്നത് യുദ്ധം, അതുപോലെ ഡിസാസ്റ്റർ, നാച്ചുറൽ കലാമിറ്റീസ് ഇത് വന്നതിന് ശേഷം അത് അനുഭവിച്ച വ്യക്തികളിൽ കണ്ടുവരുന്ന മാനസികമായിട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് PTSD. അത് എല്ലാവർക്കും വരണമെന്നില്ല. ഇപ്പോൾ വയനാട്ടിൽ എല്ലാവർക്കും PTSD വരില്ല. പക്ഷെ അത് അതിജീവിച്ചതിൽ ചില വ്യക്തികൾക്ക് അത് മാനസികമായിട്ട് അതൊരു ഷോക്കായിട്ട് അത് അവരുടെ ജീവിതത്തിനെ ഇനി എങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയെ കൂടെയൊക്കെ അവർ കടന്നു പോകും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ഉൾവലിഞ്ഞു നിൽക്കാം, എപ്പോഴും ടെൻഷൻ, ആങ്സൈറ്റി വരാം, സ്ട്രെസ് പോലെയുള്ള അവസ്ഥകൾ വരാം, ദഹന പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതിനെ നേരിടാനായിട്ട് അവർ പലപ്പോഴും ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, സംസാരിക്കാൻ താല്പര്യമില്ല, ബന്ധുക്കളെയോ മിത്രങ്ങളെയോ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാം. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ ലഹരിയോടുള്ള ആസക്തി വരാം, ജീവിതം നശിപ്പിക്കാനുള്ള പ്രവണത, ചിലർക്ക് സെൽഫ് ഹാം ചെയ്യാനോ സൂയിസൈഡ് ചെയ്യാനോ ഒക്കെയുള്ള പ്രവണത ഒക്കെ വരാം. വയലൻസിലേക്കും സാധ്യതയുണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത് വേറൊരാൾക്ക് വേണ്ട എന്നുള്ള ചിന്തയും ചില വ്യക്തികൾക്ക് വരാം. കാരണം അവർ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം കൊണ്ട് അതുവരെ ലൈഫിൽ നേടിയെടുത്ത എല്ലാ കാര്യവും ഇല്ലാതാവുക. നമുക്കാണെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, മുമ്പ് നടന്നിട്ടുള്ള എക്സ്പീരിയൻസുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം, കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ളത്. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പേടിച്ചിട്ട് PTSD കേസുകൾ വന്നിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോ മുല്ലപ്പെരിയാറിന്റെ വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ ഇത് പേടിച്ച് ഉറങ്ങാൻ പറ്റാത്ത PTSD പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ അതല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എസ്പെഷ്യലി ഇത് വരുന്നുണ്ട്. കാരണം പ്രളയം വന്നപ്പോൾ അത് കൂടുതലായിട്ട് ഇവർക്ക് ട്രിഗർ ചെയ്യുക ചെയ്തത്. ഈ പ്രളയം വന്നപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള പേടിയും പ്രളയം വന്നപ്പോഴുള്ള പേടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഈ PTSD ഏത് സമയത്ത് വേണമെങ്കിൽ വരാം. അപ്പൊ ആദ്യത്തെ 3 മാസത്തിനുള്ളിലാണ് കൂടുതൽ സാധ്യത. നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില വ്യക്തികൾക്ക് അത് ലേറ്റർ സ്റ്റേജിലും ഇത് കടന്നു വരാറുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു ചോദ്യമുള്ളത്, അതായത് ഇപ്പൊ PTSD എന്ന് പറഞ്ഞ ഈ സംഭവത്തിലൂടെ പോകുന്ന ആൾക്കാർക്കാണ് വരുന്നത് അല്ലേ കൂടുതലും. പക്ഷെ ഇത് വെറുതെ ഇതിലൂടെ പോവണ്ട, പക്ഷെ ഇതുമായി സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന, അതായത് ഇപ്പം ഞാൻ ഈ പ്രളയ ദുരന്ത നിവാരണ സംഘത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നിരിക്കാം, അതും അല്ലെങ്കിൽ ചിലപ്പം ന്യൂസുകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ അനുഭവം, എൻ്റെ ഏറ്റവും അടുത്ത ഒരാളിനുള്ള അനുഭവങ്ങളുള്ള ഒരാളായിരിക്കും. ഇവർക്കൊക്കെ ഇത് വരാൻ സാധ്യതയുണ്ടോ? അവർക്ക് PTSD ആയിട്ടല്ല വരിക, അവർക്ക് ആങ്സൈറ്റി ആയിട്ട് വരാം.
അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒബ്സഷൻസും തോട്ട്സും ആങ്സൈറ്റി ആയിട്ടും വരാം. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഈ ചിന്തകൾ വന്നുകൊണ്ടിരിക്കാം, ഇത് പൊട്ടുമോ, ഈ അവസ്ഥയോടെ കടന്നു പോകേണ്ടി വരുമോ, അങ്ങനെയുള്ള അവസ്ഥകളും കൂടി വരാം. മറ്റേ ആൾക്കാർക്ക് ഇത് കൂടെ കടന്നു പോയി, അവർ കാണുന്നത് ഇപ്പൊ യുദ്ധത്തിൽ പോയ ഒരാളാണെങ്കിൽ കൈയില്ലാത്തതും തലയില്ലാത്തതും അങ്ങനെയുള്ള വ്യക്തികളെ കാണുകയാണ് ആ യുദ്ധ ഭൂമിയിൽ. അപ്പൊ അവരതികൂടെ കടന്നു പോവാണ്, അതികൂടെ അവരുടെ ജീവിതം നടന്നു പോവാണ്. അപ്പൊ അതവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഉറക്കത്തിൽ നൈറ്റ് മെയർസ് ആയിട്ടും ഡ്രീംസ് ആയിട്ടൊക്കെ തിരിച്ചു വരാം. അപ്പൊ എന്താണ് നമുക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക PTSD വന്ന ഒരാൾക്ക് സ്വയമായിട്ടും അല്ലാതെ പ്രൊഫഷണൽ ഹെൽപ്പ് വളരെ വളരെ അത്യാവശ്യമാണ് നമുക്ക്. കാരണം ഇത് മനസ്സിലാക്കാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധം ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ വയനാട് ആണെങ്കിലും എല്ലാ പ്രൊഫഷണൽസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ മാനസികമായിട്ടുള്ളൊരു ഹെൽപ്പ് കൂടുതലും കൊടുക്കേണ്ട സമയമാണ്. തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരള യുവജനക്ഷേമ ബോർഡിൻ്റെ കീഴിൽ ഒരു 200ഓളം സൈക്കോളജിസ്റ്റുകളുണ്ട്. പ്രത്യാശ നമ്മളൊരു 10-40 സൈക്കോളജിസ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലരും ഇതിലേക്ക് വരുന്നുണ്ട്, ഹെൽപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു അവയർനെസ് ആദ്യം കൊടുക്കണം. അതായത് എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നതല്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ആദ്യം. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കാം. സൈക്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, കൂടുതലും ഈ PTSD മാത്രം ഡീൽ ചെയ്യുന്ന തെറാപ്പിസ്റ്റുകളുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ എണ്ണം കുറവാണ്. കാരണം നമുക്ക് ഫ്ലഡ് വന്നതിന് ശേഷമാണ് നമ്മൾ നിംഹാൻസും നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ട്രെയിനിങ് ഒക്കെ നാട്ടിൽ കൊടുത്തത്. ട്രെയിനിങ് വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ സംസാരിക്കുന്ന രീതികൾ അവരോട് ഇപ്പോൾ നമുക്ക് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ എല്ലാം ശരിയാവും എന്ന് നമുക്ക് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് എടുത്തിട്ടുള്ള വ്യക്തികൾക്കാണ് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ പ്രളയം കഴിഞ്ഞ സമയത്ത് ഞാനൊരു 1500ഓളം യൂത്തിന് നമ്മളൊരു ട്രെയിനിങ് കൊടുത്തിരുന്നു. അത് മെന്റൽ ഹെൽത്തിന്റെ ഒരു ട്രെയിനിങ് ആണ്. എല്ലാ ജില്ലകളിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവരെ നമ്മൾ മെന്റലി അവരെ തയ്യാറാക്കി പ്രിപ്പയർ ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമുക്ക് കോവിഡ് വന്നത്. കോവിഡിന്റെ സമയത്തും നമ്മൾ ഒത്തിരി സഹായം ഇതുപോലെ അറേഞ്ച് ചെയ്തിരുന്നു. വീണ്ടും ഇപ്പോൾ വയനാട് ഇഷ്യൂസ് വന്നു. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടീം, മെൻ്റൽ ഹെൽത്ത് ടീം കേരളത്തിൽ വളരെ നല്ല രീതിയിൽ വേണം. ഒത്തിരി സ്റ്റുഡൻസ്, ഒത്തിരി വ്യക്തികൾ, ഇപ്പോൾ കോളേജിലാണെങ്കിലും പ്രത്യാശ കോളേജ് ഓഫ് മൈൻഡ് മാനേജ്മെന്റിൽ 400ഓളം സ്റ്റുഡൻസ് ഇപ്പോൾ ഈ മേഖലയിൽ പഠിക്കുന്നവരുണ്ട്. എല്ലാവരും ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് സോഷ്യൽ സർവീസ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒത്തിരി നല്ലൊരു മേഖലയാണ്, സഹായം ആവശ്യമുള്ള ഒരു മേഖലയും കൂടിയാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം മറ്റൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഒരാളുടെ സുഹൃത്തോ അല്ലെങ്കിൽ അയൽക്കാരനോ ഒക്കെ ആണെങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബന്ധുവോ ഒക്കെ ആണെങ്കിൽ ഇവർക്കൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ഒബ്വിയസ്ലി പ്രൊഫഷണൽ ഹെൽപ്പ് നമുക്ക് നേടാം. അതോടൊപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മളൊരു സുഹൃത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, അതിലൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ ലേമാൻ കൗൺസിലർ എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലറാണ്. പക്ഷെ നിങ്ങൾക്കൊരു ലേമാൻ കൗൺസിലർ ആവാം. ചില ഉത്തരങ്ങൾക്ക് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ ഉപദേശം നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പൊ അതുപോലെ ആസ് എ ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിനക്ക് ഇതിനൊരു സഹായം വേണം, അതല്ലെങ്കിൽ സുഹൃത്ത് എന്ന നിലയ്ക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ ഇത്രയും സംഭവിച്ചു, പക്ഷെ ഇനി നിനക്ക് ഇങ്ങനെ ഒരു ജോലി, നമുക്ക് വേണമെങ്കിൽ ജോലിയിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അയാളുടെ ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാൻ പറ്റും, അങ്ങനെ നമുക്കൊരു മെന്റലി അവർക്ക് സപ്പോർട്ട് കൊടുക്കാം. സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ അതിജീവിച്ചിട്ടുള്ള ആൾക്കാരുടെ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക്, ഗ്രൂപ്പ് പോലത്തെ ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യേണ്ട അവസ്ഥയാണ്. ഡിസാസ്റ്റർ. അപ്പൊ അവരുടെ ഒരു, ഞാനും ഈ ഒരു സാഹചര്യത്തിൽ കടന്നുപോയ ആളാണ്, പക്ഷെ അതിനുശേഷം ഇങ്ങനെ അതിജീവിച്ചതാണ്. അപ്പൊ അത് നമുക്ക് സപ്പോർട്ടീവ് ആയിരിക്കും. പിന്നെ നല്ല സുഹൃത്തുക്കൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ നന്നായിട്ട് സുഹൃത്തുക്കൾക്ക് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യലാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ആരും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവാതെ വരട്ടെ എന്ന് ആശംസിക്കുക. ഇത് ആ പോകുന്നവർക്ക് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായത്, ആ പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലേ, അതിൻ്റെ അവരെ ട്രാവൽ ചെയ്യുന്ന ഒരു ജേണി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റൊരാൾക്ക് ഒരു ഫിസിക്കൽ അസുഖം പോലെ പെട്ടെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും
പ്രത്യാശ പോലെയുള്ള പിന്നെ ഹെൽപ്പ് താങ്കളിപ്പോൾ ഉള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഹെൽപ്പുകൾ. ഇതോടൊപ്പം തന്നെ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ അവരെ കാണുക, ലിസൺ ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ലേമാൻ കൗൺസിലർ താങ്കൾ പറഞ്ഞൊരു പുതിയൊരു കൺസെപ്റ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം വീണ്ടും അടുത്തൊരു ടോക്കിലേക്ക് നമുക്ക് വരാം. താങ്ക് യു.